2004 വന്നു. വെറും 4000 രൂപയായിട്ടാണ് ഞാൻ കുവൈറ്റിൽ വരുന്നത്. അത് മാറിയപ്പോൾ വെറും 24 KD ഉണ്ട് എൻ്റെ പോക്കറ്റിൽ. ഈ 24 KD ആയിട്ടാണ് പിന്നെ അടുത്ത ദിവസം എന്ത് ചെയ്യണമെന്നറിയാതെ നിങ്ങളെപ്പോലെ ഈ ഡ്രൈവേഴ്സ് എന്ന് പറയുന്നവർ നിങ്ങൾ ചെറുതായിട്ട് നിങ്ങളെ തന്നെ കാണുന്നതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ തോന്നുന്നത്. നിങ്ങൾ ഒരിക്കലും ചെറുതല്ല, മനസ്സിലായോ? ആ 24 നിങ്ങളുടെ ഓരോ സ്ഥലത്ത് ഒരു ഡ്രൈവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഹെൽപ്പ് ചെയ്യാൻ പറ്റിയ, ഇന്ന് ഒരു ഡോക്ടറെ കഴിയും കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു വിഭാഗമാണ് ഡ്രൈവർ. ആ ഒരു പണിയിൽ നിൽക്കുന്നവർ മനസ്സിലാക്കുക. അവരേറ്റവും കൂടുതൽ ആരോഗ്യപരമായിട്ട് അനുഭവിക്കുന്ന ഒരു പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ മൂത്രം ഒഴിക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു കാരണമാണ്. അവർ മൂത്രം ഹോൾഡ് ചെയ്ത് വെച്ചുകൊണ്ടായിരിക്കും, ഞാനിപ്പം മൂത്രം ഒഴിക്കാനാണ് പോയത്, പക്ഷെ മൂത്രം ഹോൾഡ് ചെയ്ത് വെച്ചുകൊണ്ടായിരിക്കും അവർ പലപ്പോഴും ഡ്രൈവ് ചെയ്യുന്നത്. ഞാൻ 300 കിലോമീറ്റർ വണ്ടി ഓടിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന്. കാരണം ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് നേരെ പല പേഷ്യൻറ്റിൻ്റെ വീടുകളിൽ പോവും. ഓരോ പേഷ്യൻ്റെ ലൊക്കേഷനും ഓരോ സ്ഥലങ്ങളിലാണ്. അത്രയും സമയം നമുക്കൊരിടത്ത് പോയി മൂത്രം ഒഴിച്ചിക്കാനുള്ള സൗകര്യം കിട്ടത്തില്ല. അങ്ങനെ മൂത്രത്തിൽ കല്ല്, മൂത്രത്തിന് സംബന്ധമായ അസുഖങ്ങൾ, മൂത്രത്തിൽ ഇൻഫെക്ഷൻ ഉണ്ടാകുക, ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് മെയിനായിട്ട് ഈ ഡ്രൈവർ പണിയിലുള്ളവർക്ക് ഉണ്ടാകുന്നത്. അതുമൂലം സ്ട്രെസ് ഉണ്ടാകാം, അതുമൂലം അവർക്കുണ്ടാകുന്ന മറ്റ് ബ്ലഡ് പ്രഷറിലേക്ക് പോകാം. അപ്പോൾ ടെൻഷൻ കൂടുതലും അവർക്ക് ഫോൺ കോളുകൾ വരുമ്പോൾ എമർജൻസി കോളുകളായിരിക്കും വരുന്നത്. ആ എമർജൻസി കോളുകളിലേക്കെല്ലാം അവർ ടൈമും ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് അവർ വണ്ടി ഓടിക്കുന്നത്. അവിടെ ട്രാഫിക്കിന്റെ പ്രശ്നം, ഇതെല്ലാം അവരുടെ ഹോർമോൺ ലെവലുകൾ അല്ലെങ്കിൽ അവരുടെ സ്ട്രെസ് ആയിട്ടുള്ള ഹോർമോൺസ് എല്ലാം അവരെ കൂടുതൽ ഉയർത്തി നിൽക്കും. അതിനിടയിലായിരിക്കും അവരുടെ ഫാമിലി ഇഷ്യൂസ് വരുന്നത്. ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളായിരിക്കാം ഇത് നിങ്ങൾക്കുണ്ടാകുന്നത്. അല്ലാതെ നിങ്ങൾക്ക് കോമൺ ആയിട്ടുള്ള നിങ്ങളെല്ലാം ചെറുപ്പക്കാരാണ്, നല്ല ആരോഗ്യമുള്ളവരാണ്. മറ്റു അസുഖങ്ങൾ നിങ്ങൾ നിയന്ത്രിച്ചാൽ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പം അങ്ങനെ വെറും 4000 രൂപയായിട്ട് വന്നതിന് ശേഷം ഞാൻ എൻ്റെ വിൽ പവർ കൊണ്ട് ഇവിടെ പിടിച്ചു നിന്നു. അതിനുശേഷം കുവൈറ്റിൻ്റെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഞാൻ 2008 തൊട്ട് ഇന്നുവരെയും ഇവിടെ നടന്നുള്ള എല്ലാ ഇന്റർനാഷണൽ ക്രിക്കറ്റ് മാച്ചുകളും നടത്തിയത് ഞാനാണ്. അതിൻ്റെ മെഡിക്കൽ സപ്പോർട്ട് കൊടുത്തത് ഞാനാണ്. ഞാൻ ആ ഒരു ഇന്റർനാഷണൽ ടീമിനെ കൊണ്ട് ഞാൻ ഒളിമ്പിക്സിൽ 2014 ഒളിമ്പിക്സിൽ ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുത്തു. അങ്ങനെ ഇവിടുത്തെ കുവൈറ്റിൻ്റെ, നിങ്ങൾക്ക് യൂട്യൂബിൽ ചെക്ക് ചെയ്താൽ അറിയാൻ പറ്റും, ഗോപകുമാർ കുവൈറ്റ് ക്രിക്കറ്റിൽ നിന്ന് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും അതിൻ്റെ ഡീറ്റെയിൽസ്. ഇഞ്ചിയോണിൽ, സൗത്ത് കൊറിയയിൽ നടന്ന ഇഞ്ചിയോണിൽ നടന്ന ഒളിമ്പിക്സിൽ കുവൈറ്റ് ക്രിക്കറ്റ് ടീമിനെ അവിടെ ഞാൻ എത്തിച്ചു. അന്ന് തൊട്ട് ഇന്ന് വരെയും അങ്ങനെ ഞാൻ പോകുന്ന ഒരു ചെറിയ കാര്യമായിരിക്കാം, പക്ഷെ ചെറിയ കാര്യം ഏറ്റെടുത്തു കഴിഞ്ഞാൽ ആ ഏറ്റെടുക്കുന്ന കാര്യം ഞാൻ വളരെ ഭംഗിയായിട്ട് നടത്തി തീർക്കണം എന്നുള്ള ഒരു വാശിയുണ്ട് എനിക്ക്. ചെറുപ്പം പോലുള്ള ഒരു ചിട്ടയായിട്ടുള്ള വാശി അത്. അങ്ങനെ ആ വാശിയിലൂടെ സ്പോർട്സിലും ഈ മെഡിക്കൽ ഫീൽഡിലും കൂടി ഞാൻ വർക്ക് ചെയ്തു. പിന്നെ എന്തെനിക്ക് ചെയ്യാൻ പറ്റും? മിനിസ്ട്രിയിൽ ഇരുന്നുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഏകദേശം 12 വർഷത്തിനിടയിൽ 6 മില്യൺ കുവൈറ്റ് ദിനാർ എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം 20 കോടിയോളം വരും എനിക്ക് തോന്നുന്നു. അത്രയും മെഡിക്കൽ മെറ്റീരിയൽസ് ഇവിടുത്തെ കുവൈറ്റ് ഗവൺമെന്റിലെ സ്റ്റോറിലേക്ക് എഴുതി കൊടുത്ത് സ്റ്റോക്ക് ചെയ്ത വ്യക്തിയാണ് ഞാൻ. 1 ദിനാർ പോലും വാങ്ങിയിട്ടില്ല. 6 മില്യൺ ദിനാറിന്റെ അജ്നബികൾക്ക്, അതിൽ പാകിസ്ഥാനിയുണ്ട്, അതിൽ ഈജിപ്ഷ്യനുണ്ട്, ലെബനീസ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഞാൻ ഒരു വാക്ക് എഴുതി കൊടുത്തിട്ടും തിരിച്ചെഴുതി കൊടുത്തു കഴിഞ്ഞാൽ അതെല്ലാം കുവൈറ്റുകൾക്ക് കിട്ടുകയുള്ളൂ മരുന്നുകൾ. ആ കുവൈറ്റുകൾക്ക് കൊടുത്ത്, കാരണം നമ്മൾ വിചാരിക്കുന്നത് നമ്മളുടെ വിദേശികളാണ് ഈ രാജ്യത്തിന്റെ നട്ടല്, സ്വദേശികൾ അവർ എൻജോയ് ചെയ്യുക മാത്രമേ ഉള്ളൂ. നമ്മൾ വന്ന് കഷ്ടപ്പെട്ട് ഈ രാജ്യത്തിന്റെ നട്ടല് ആയിട്ട് നമ്മൾ മാറിക്കഴിയുമ്പോഴും നമ്മുടെ ആരോഗ്യമാണ് നശിക്കുന്നത്. മനസ്സിലാക്കുക. അതുപോലെ ഒരു വ്യക്തിക്ക് എന്ത് സാർ പറഞ്ഞു, ഇപ്പൊ നിസാമി സാർ പറഞ്ഞ പോലെ ഒരു വ്യക്തിയിൽ നിന്നാണ് സംഘടനയുണ്ട്, ക്ലബ്ബ് ഉണ്ടാകുന്നത്, ക്ലബ്ബിൽ നിന്നാണ് സംഘടന വരുന്നത്. അപ്പം നമ്മൾ വരും നിസ്സാരമായി, ഞാനൊരു മുസ്ലിം അല്ല, ഞാനൊരു ഹിന്ദുവാണ്. ആ ഹിന്ദുവായിട്ടുള്ള ഒരു വ്യക്തിക്ക് ഒരു മുസ്ലിം കൺട്രി, ഒരു രാജ്യത്ത് നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ കഴിയുമെങ്കിൽ മുസ്ലിം ആയിട്ടുള്ള സഹോദരന്മാർക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ? അത് നിങ്ങൾ ഡ്രൈവർ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ. സാർ പറഞ്ഞു 300 ഫിൽസ് കൊണ്ട് കളക്ട് ചെയ്യുന്ന ആ പൈസ കൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ആ മോട്ടിവേഷൻ ആയിരിക്കണം നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ചെറുതായിട്ട് ഒരിക്കലും നിങ്ങൾ വിചാരിക്കണം, നിങ്ങൾ ആരും ചെറുതല്ല. നിങ്ങളുടെ ബ്രെയിൻ നിങ്ങൾ യൂസ് ചെയ്യാത്തത് കൊണ്ടാണ് നിങ്ങൾ ചെറുതായി പോകുന്നത്. ബ്രെയിൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെല്ലാം വലിയവരായി. ഇന്ന് ലോകത്ത് സമ്പന്നന്മാരായിരിക്കുന്ന വിർജിൻ മൊബൈൽ ആയിക്കോട്ടെ, 4ാം ക്ലാസ് മാത്രമേ പഠിച്ചിട്ടുള്ളവൻ,
ജാക്മ alibaba.com എന്ന് പറയുന്നത് പഠിച്ചത് എത്രയോ പ്രാവശ്യം തോറ്റു, 30 പ്രാവശ്യം ഇന്റർവ്യൂവിന് പോയി തോറ്റ വ്യക്തിയാണ് ഇന്ന് alibaba.comന്റെ സ്ഥാപകനിലിരിക്കുന്നത്. മൈക്രോസോഫ്റ്റിന്റെ ഓണറായിട്ടിരിക്കുന്ന ബിൽ ഗേറ്റ്സ്, അദ്ദേഹം എക്സാം കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. 30 വർഷത്തിന് ശേഷമാണ് അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് കൊടുക്കുന്നത്, ഓണററി ഡോക്ടറേറ്റ് കൊടുക്കുന്നത്. അപ്പൊ സമ്പത്ത് ഉണ്ടാക്കാൻ പോയാൽ ഈ പഠിക്കാൻ പോകേണ്ട ആവശ്യമില്ല. ഈ പഠിക്കാൻ പോകുന്ന മണ്ടത്തരമാണ്. സത്യം പറയാം, നിങ്ങളതിനെ അനലൈസ് ചെയ്ത് നോക്കുക. ഈ പഠിത്തത്തിന്റെ സർട്ടിഫിക്കറ്റിന്റെ വില എത്ര നാൾ നിൽക്കും? നമ്മൾ 25-30 വയസ്സ് വരെ കഷ്ടപ്പെട്ട് പഠിച്ചു. പിന്നെ അത് കഴിഞ്ഞ് ജോലി കിട്ടാൻ വേണ്ടി 5 വർഷം നടന്നു, 35 ആയി. 35 ജോലി നോർമൽ ശമ്പളം കിട്ടി വരുമ്പോൾ 40 ആയി. പിന്നെ നല്ലൊരു സാലറി കഴിയുമ്പോൾ 45 ആയി. പിന്നെ അത്യാവശ്യം പൈസ ലോണൊക്കെ എടുത്ത് എല്ലാം വീട് വെച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നെ 55 ആയി. 55 ആയി കഴിഞ്ഞാൽ ഈ സർട്ടിഫിക്കറ്റിന് എന്താ വില? ഈ സർട്ടിഫിക്കറ്റ് പിന്നെ ആവശ്യമുണ്ടോ? ആവശ്യമില്ല. അപ്പൊ അതിനേക്കഴിയും നല്ലത് നമ്മൾ ഇന്റൻഷൻ, നമ്മൾ എന്തായി തീരണം എന്ന് നമ്മൾ ആദ്യം ചിന്തിക്കുക. എനിക്ക് ബിസിനസ്സുകാരനാകണം എന്ന് തോന്നിയാൽ പഠിക്കാൻ പോകരുത്. കാരണം എനിക്ക് ഞാൻ MBA ചെയ്തിട്ടുണ്ട്, എനിക്കറിയാം. ഞാൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നേരത്തെ ചെയ്തിരുന്നെങ്കിൽ, ഞാനൊരു 17 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു 5 വർഷത്തിനിടയിൽ ഞാൻ MBA ചെയ്തിട്ടാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് പോകുന്നെങ്കിൽ ഇന്ന് ബൈജൂസ് ആപ്ലിക്കേഷൻ പോലെ, നിങ്ങൾക്കറിയോ ബൈജൂസ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ചെറിയ ഒരു ബൈജു രവീന്ദ്രൻ എന്ന് പറഞ്ഞ ആൾ ട്യൂഷൻ എടുത്ത പയ്യനാ. ഇന്ന് ലോകത്തുള്ള എത്രയോ $10 ബില്യൺ ഇത് ആസ്തിയായി ട്യൂഷൻ എടുത്തൊരു വ്യക്തിക്ക്. അപ്പോൾ ബൈജൂസ്, ഇന്ന് എല്ലാവരും ബൈജൂസ് ആപ്ലിക്കേഷൻ. അപ്പോൾ ബിസിനസ്സാണ് പോകുന്നതെങ്കിൽ നമ്മൾ ബിസിനസ്സിലേക്ക് തിരിയുക. നമ്മൾ നേഴ്സിങ്ങിനാണ് പോകുന്നതെങ്കിൽ നേഴ്സായിട്ട് മാറുക. ആ നേഴ്സിങ്ങിനെ കഴിയും കൂടുതൽ ഇവിടെ ഹോം കെയർ നേഴ്സ് നടത്തുന്ന കുട്ടികൾ പൈസ മേടിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പോ ഡ്രൈവറായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഡ്രൈവറിൽ തന്നെ റെന്റേ കാർ നടത്തുക, അതിൽ ബിസിനസ് നടത്തുക. അതിൽ പല വഴികളുണ്ട്. ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉണ്ടാക്കുക. നിങ്ങൾ വാട്സാപ്പ് ഗ്രൂപ്പ് ഉള്ളതുപോലെ നിങ്ങൾക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ട് നെറ്റ്വർക്കിലൂടെ നിങ്ങൾക്ക് ഈ കുവൈറ്റുകളെ ആക്സസ് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും കുവൈറ്റുകളുടെ വീടുകളിലേക്ക് നമുക്ക് ഇതുപോലെ മെസ്സേജുകൾ അയച്ചിട്ട് ഞങ്ങളെ വിളിച്ചാൽ മതി, ഞങ്ങൾ 45 പേരുണ്ട്. ഭ്രൂണം വയറ്റിൽ കൊണ്ട് നടന്ന് 10 മാസം ചുമന്ന് അത് ഡെലിവറി ആയിക്കഴിഞ്ഞു. ആ കുഞ്ഞിൽ എല്ലാ നമ്മുടെ സിസ്റ്റങ്ങളെന്ന് പറയും, നാഡീ നരമ്പുകൾ, നമുക്ക് പറയുന്ന തലച്ചോറുണ്ടായി, സ്കെൽറ്റൽ സിസ്റ്റം ഉണ്ടായി, മസിലുകളുണ്ടായി, നമ്മുടെ സ്കിന്നുണ്ടായി. ഇതെല്ലാം ആയി രൂപപ്പെട്ട് കഴിയുമ്പോൾ ഒരു മനുഷ്യരൂപമായി. ഈ മനുഷ്യരൂപമാണ് നമ്മൾ പിന്നെ കഴിക്കുന്ന ആഹാരവും, നമ്മൾ കഴിച്ച ആഹാരവും നമ്മൾ കുടിച്ച വെള്ളവും. ഇത് രണ്ടുമാണ് ഈ ഇരിക്കുന്നവർ എല്ലാവരും. അല്ലെന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? നിങ്ങൾ എത്ര ആഹാരം കഴിച്ചിട്ടുണ്ടോ അതിന്റെ ടോട്ടൽ എമൗണ്ട് ആണ് നിങ്ങളുടെ ബോഡി വെയിറ്റ്. നിങ്ങൾ എത്ര വെള്ളം കുടിച്ചിട്ടുണ്ടോ അതിന്റെ വെയിറ്റും കൂടിയാണ്. അതല്ല, വേറെ ഒന്നുമല്ല നിങ്ങൾ. ഓക്കെ, നിങ്ങളൊരു പഴം കഴിച്ചു കഴിഞ്ഞാൽ അതിനാണ് നമ്മൾ ദൈവത്തിനെ നമ്മൾ ദൈവികമായിട്ട് ചിന്തിക്കുന്നത്. എങ്ങനെ കഴിയുന്നു? ഒരു പഴം കഴിച്ചു കഴിഞ്ഞാൽ ഈ പഴം വയറ്റിലോട്ട് ഇറങ്ങി പോകുമ്പോഴത്തേക്ക് നമ്മൾ പറയും കാൽസ്യമായി, പൊട്ടാസ്യമായി, സോഡിയമായി, പിന്നെ പ്രോട്ടീനായി, അത് കഴിഞ്ഞ് കുറെ വേസ്റ്റായി എന്ന് കൺവേർട്ട് ചെയ്തു എന്ന് നമ്മൾ പറയുന്നു. പക്ഷെ അത് ഇത്രയും 2 മണിക്കൂറിനുള്ളിൽ ഇത്രയും ഭംഗിയായിട്ട് കാൽസ്യമാക്കി മാറ്റാനും, പൊട്ടാസ്യമാക്കി മാറ്റാനും, സോഡിയമാക്കി മാറ്റാനും, പ്രോട്ടീനാക്കി മാറ്റാനും, കൊളസ്ട്രോൾ ആക്കാനും കഴിവുള്ള ഏത് മെഷീനുള്ള? ഏതെങ്കിലും മെഷീനുണ്ടോ? ഇല്ല. അപ്പോ ആ മെഷീനാണ് നമ്മുടെ ശരീരം എന്ന് മനസ്സിലാക്കുക. ആ മെഷീനിലേക്കാണ് നമ്മൾ പിന്നെ എങ്ങനെയാണ് നമ്മൾ ഇത്രയും കൂടുതൽ തടിയുണ്ടായത്, ഇത്രയും കൂടുതൽ ഈ നമ്മുടെ ഓവർ ബോഡി വെയിറ്റിന് താങ്ങുന്നതിൽ കൂടുതൽ ഓവർ വെയിറ്റ് ആയത് എങ്ങനെ? ഇതെല്ലാം ഉത്തരവാദികൾ നമ്മൾ തന്നെ. നമ്മൾ അമിതമായിട്ട് നമ്മുടെ ശരീരത്തിന് താങ്ങുന്നതിൽ കൂടുതൽ നമ്മൾ ലോഡ് എടുത്തിട്ടാണ് നമ്മൾ ബോഡി കൂടുന്നത്. അല്ലെന്ന് പറയാൻ പറ്റുമോ? ഒരു വണ്ടിക്ക് ഒഴിക്കാവുന്ന ഓരോ സ്പെസിഫിക്കേഷൻ ഉണ്ട്. ഓരോ വണ്ടിക്കും ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത്, ഇപ്പോൾ എഞ്ചിൻ, ഇപ്പൊ തണുപ്പ് സീസണാണ്, നമ്മൾ എഞ്ചിൻ ഓയിൽ ഒഴിക്കുമ്പോൾ 5W40 എന്ന് കാണാം, അല്ലെങ്കിൽ 10W50 എന്ന് കാണാം, അല്ലെങ്കിൽ അങ്ങനെ ഓരോ സ്പെസിഫിക്കേഷൻ കൊടുക്കും ഓരോ ഓയിലിന്. എന്തിനാ അത് കൊടുക്കുന്നത്? ആ ഓയില് തണുത്ത ക്ലൈമറ്റിൽ ഇത്രയും ഡെൻസിറ്റി ഉണ്ടാവും, ചൂടായി കഴിയുമ്പോൾ ഇത്ര ഡെൻസിറ്റി ഉണ്ടാവും. അതാണ് അതിൽ കൊടുത്തിരിക്കുന്ന സ്പെസിഫിക്കേഷൻ ഓരോ ഓയിലിന്. അതുപോലെ നമ്മൾ കുടിക്കുന്ന ആഹാരങ്ങളിൽ കോക്കനട്ട് ഓയിലാണോ,
നമ്മൾ കഴിക്കുന്നത് പാം ഓയിലാണോ, ഈ പാം ഓയിലിനകത്ത് ചേർത്തിരിക്കുന്നത് പെട്രോളിയം ഓയിലാണോ, ഇതൊന്നും നമുക്കറിയത്തില്ല. നമ്മുടെ ബോഡി അതിനെ സ്വീകരിക്കുന്ന രീതിയും വ്യത്യാസമാണ്. മനസ്സിലാക്കണം. നമ്മൾ അപ്പോൾ നേരത്തെ നമുക്ക് ഉണ്ടായിരുന്നു നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഫുഡാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നത്. നമ്മുടെ വീട്ടിൽ സ്വന്തമായിട്ട് കുക്ക് ചെയ്യുന്ന ഫുഡ്, അതിൽ ഒരു പ്രാവശ്യം നമ്മൾ കുക്ക് ചെയ്തിട്ട് രണ്ടാമത്തെ പ്രാവശ്യം ആ ഓയിൽ യൂസ് ചെയ്യത്തില്ല പഴയ കാലഘട്ടങ്ങളിൽ. ഇപ്പോഴതല്ല, ഇപ്പോൾ വീണ്ടും വീണ്ടും ഓയിലുകൾ യൂസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ നമ്മുടെ ആഹാര രീതി മാറി വീട്ടിൽ നിന്ന് വെളിയിലേക്കായി, ഹോട്ടലിലേക്കായി കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് ലാഭം കിട്ടാൻ വേണ്ടി അവർ ഓയിലുകൾ, പ്രത്യേകിച്ച് KFC പോലുള്ള ഫ്രൈഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഓയിലുകൾ അവരെത്ര ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും മാറ്റുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? KFCയുടെയൊക്കെ ടാങ്ക് ക്ലീൻ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? ഇല്ല. അവർ ഓയിൽ കുറയുമ്പോൾ അവർ ആഡ് ചെയ്യുന്നത്. ആഡ് ചെയ്യുന്ന കൂട്ടത്തിൽ ഈ ഉപ്പും ഇടും. ഉപ്പും ഇട്ട് കഴിയുമ്പോൾ പെറോക്സൈഡായിട്ട് ഈ ഉപ്പ് മാറും, നമ്മൾക്ക് പെറോക്സൈഡായിട്ട് മാറും. ഓയിൽ എന്ന് പറയുന്നത് നാച്ചുറൽ പ്രോട്ടീനാണ്. ആ പ്രോട്ടീൻ മാറിയിട്ട് കാർബൺ ആകും. ഈ കാർബൺ ആയി കഴിയുമ്പോൾ ഈ കാർബണാണ് നമ്മുടെ ബോഡിക്ക് ഉണ്ടാകുന്ന ക്യാൻസറായിട്ട് മാറുന്നത്. ഈ പെറോക്സൈഡുകളാണ് ക്യാൻസറായിട്ട് മാറുന്നത്. ഇതിൽ നിന്നുണ്ടാകുന്ന ഫ്രീ റാഡിക്കൽസ് എന്ന് പറയും. ഈ ഫ്രീ റാഡിക്കൽസ് ആണ് നമ്മുടെ അസുഖങ്ങളെല്ലാം വരുത്തി വയ്ക്കുന്നത്. ഹാർട്ടിനായാലും കിഡ്നിക്കായാലും മറ്റുള്ളതിനായാലും. മനസ്സിലായോ? അപ്പോൾ അത് ഇങ്ങനെയുള്ള ഓയിലുകളിലുള്ള ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ രക്തക്കുഴലുകൾ കട്ട പിടിക്കാൻ തുടങ്ങും. നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ എന്ന് പറയുന്നത്, വെള്ളം അടിക്കാതെ, നമ്മൾ ഗൾഫ് രാജ്യത്തിൽ നമ്മൾ ആൽക്കഹോൾ കഴിക്കുന്നില്ല, പക്ഷെ എന്തുകൊണ്ട് ലിവറിനുള്ളിൽ കൊഴുപ്പടിഞ്ഞു കൂടുന്നു? നമ്മൾ ആൽക്കഹോൾ കഴിക്കുന്നവർക്ക് ലിവറിൽ ഫാറ്റ് വരാം, പക്ഷേ നോൺ ആൽക്കഹോളിക്, ആൽക്കഹോൾ എടുക്കാത്തവർക്കും ലിവറിൽ ഫാറ്റ് വരുന്നുണ്ട്. അപ്പോൾ അവിടെ ആഹാരത്തിൻ്റെ മെയിനായിട്ട് കാർബോഹൈഡ്രേറ്റ്. നമ്മൾ വിചാരിക്കരുത്, അയ്യോ ഞാൻ ചിക്കൻ കഴിക്കുന്നില്ല, മട്ടൻ കഴിക്കുന്നില്ല, എന്നാൽ എനിക്ക് കൊഴുപ്പ് വരുന്നു. എങ്ങനെ കൊഴുപ്പ് വരുന്നു? ചിക്കൻ കഴിക്കാത്തവർക്ക് നമ്പൂതിരിക്കും കൊഴുപ്പ് വരുന്നുണ്ട്. നമ്പൂതിരിക്ക് കൊഴുപ്പ് എവിടെ നിന്നാണ് വരുന്നത്? ചിക്കനും മട്ടനും കഴിക്കുന്നില്ല. പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ടത് കാർബോഹൈഡ്രേറ്റ് എന്നാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന അന്നജം, നമ്മുടെ ശരീരത്തിന് 60% അന്നജം വേണം, 20% ഫാറ്റ് വേണം, 30% പ്രോട്ടീൻ വേണം. ഇതൊക്കെ ഒരു കണക്കുകൾ മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ 60%-ന് പകരം നമ്മൾ അരി ആഹാരങ്ങൾ കുറേ കഴിക്കുന്നുണ്ട്. അത് അരിയാഹാരം എന്ന് പറഞ്ഞാൽ ചോറ് മാത്രമല്ല, നമ്മൾ കഴിക്കുന്ന ബ്രെഡ് ആയിക്കോട്ടെ, നമ്മൾ കഴിക്കുന്ന ടോസ്റ്റ്, മറ്റുള്ള ബർഗർ ആയിക്കോട്ടെ, നമ്മൾ കഴിക്കുന്ന സമോൺ ആയിക്കോട്ടെ, നമ്മൾ കഴിക്കുന്ന പച്ചക്കറി ഇലക്കറികളായിട്ടോ, ഇതിലെല്ലാം കാർബോഹൈഡ്രേറ്റുകളുണ്ട്. അപ്പൊ കാർബോഹൈഡ്രേറ്റ് ഒഴിവാക്കാൻ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും, ചോറ് ഒഴിവാക്കി കഴിഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ് ഒഴിവായി. സമോണിലുണ്ട്, സാൻഡ്വിച്ചിലുണ്ട്, ഇതിലെല്ലാം കാർബോഹൈഡ്രേറ്റ് ഇരിപ്പുണ്ട്. അപ്പൊ നമ്മൾ കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്നതിൽ ഏത് കഴിക്കണം? ഇലവർഗ്ഗങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നാര് കൂടിയ ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാർബോഹൈഡ്രേറ്റിന്റെ അളവ് കുറവായിരിക്കും. പക്ഷെ ശരീരം വലിച്ചെടുക്കുന്നത് വളരെ കുറച്ച് കാർബോഹൈഡ്രേറ്റേ നമ്മുടെ വലിച്ചെടുക്കുകയുള്ളൂ. എന്നാൽ വയറ് ഫുള്ളായിട്ട് നമുക്ക് നിൽക്കും, ഫീല് ചെയ്യും വെജിറ്റബിൾ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം മക്ഡൊണാൾഡും ഒക്കെ ഇതൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഇപ്പം സാലഡുകൾ, പലതരത്തിലുള്ള വെജിറ്റബിൾ സാലഡ്സിന്റെ ഒരുപാട് വെറൈറ്റി ബിസിനസ്സിലേക്ക് ഇറക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? അവർ കാർബോഹൈഡ്രേറ്റ് ചോറ് കഴിക്കുന്നത് കുറയ്ക്കുക, അതിനു പകരം ചോറിൻ്റെ അത്രയും തന്നെ ക്വാണ്ടിറ്റി വെജിറ്റബിൾസ് കഴിക്കുക, ഇങ്ങനെ നമ്മളെ ശീലിപ്പിക്കുക. ഇവരുടെ ഒരു ശീലമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്താരാഷ്ട്ര മാർക്കറ്റിംഗ് കമ്പനികളുടെ പിടിയിലാണ് നമ്മളെല്ലാം അകപ്പെട്ടിരിക്കുന്നത്. 168 ഡിഫറൻറ്റ് രീതിയിൽ നമുക്ക് മാനേജ് ചെയ്യാം പ്രമേഹ രോഗികളെ. ഇപ്പോൾ ഒരു ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ ഡോക്ടർ പറയും ഒരു 2 ടാബ്ലറ്റ് എടുക്കുക, അത് ഒരു ഗ്ലൂക്കോഫേജ് ആണെങ്കിൽ ഉച്ചയ്ക്ക്. ഇപ്പൊ പെപ്സി പറയുന്ന ഒരു കാര്യം, അവർ അഡ്വർടൈസ് ചെയ്ത് ഒരു ബീച്ചിന്റെ ഫോട്ടോ എടുത്ത് അവിടെ ഒരു റെഫ്രിജറേറ്റർ കൊണ്ടുവച്ചു, അവിടെ ഒരു വെള്ളം, ഒരു വാട്ടർ ബോട്ടിൽ, മിനറൽ വാട്ടർ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആളുകളെല്ലാം ജിമ്മിൽ പോവും, കുറെ എക്സസൈസ് ചെയ്യും, അത് കഴിയുമ്പോൾ ഈ വെള്ളം കുടിക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് പോകും. ഹൈ ഡെൻസിറ്റി വേറൊന്നുണ്ട്, ഹൈ ഡെൻസിറ്റി ലൈപ്പോപ്രോട്ടീൻ എന്ന് പറയുന്ന HDL. ചില ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ പറയും, HDL കുറവാണ്, നിങ്ങളത് കൂട്ടണം. എങ്ങനെ കൂട്ടാൻ പറ്റും? ഇതൊന്നും ആവശ്യമില്ല.
നമ്മുടെ ശരീരത്തിന് എപ്പോഴാണോ വെള്ളം കുടിക്കണം എന്ന് തോന്നുന്നത് ആ സമയത്താണ് വെള്ളം കുടിക്കേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾ കുടിച്ചു നോക്ക്, വീട്ടിൽ ഒരു ബോട്ടിൽ വെള്ളം കുടിച്ചു നോക്ക്, അപ്പം മൂത്രം ഒഴിച്ചു പോകും. കൊളസ്ട്രോൾ വ്യത്യാസമൊന്നുമില്ല. നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ ശരീരത്തിൽ ആ കൊളസ്ട്രോളിന്റെ പുറത്തൊരു കോട്ടിങ് ഉണ്ടാവുകയും ആ കോട്ടിങ് കൂടുമ്പോൾ ഇതിന്റെ മോളിക്യൂൾ അല്ലെങ്കിൽ അതിന്റെ തന്മാത്രയ്ക്ക് ഭാരം കൂടുകയും അത് രക്തത്തിലൂടെ ഒഴുകി ലിവറിൽ പോയി അത് നശിച്ചു പോവുകയും ചെയ്യുമ്പോൾ നമുക്ക് കൊളസ്ട്രോൾ അടിഞ്ഞുകൂടത്തില്ല. ആ കെമിക്കൽ ക്രിസ്റ്റൽസ് കലക്കിയെടുത്ത വെള്ളമാണ് നമ്മൾ അതിന്റെ ടേസ്റ്റോടുകൂടി ഇത് നാരങ്ങ ജ്യൂസാണ്, ഇത് മറ്റേ ഓറഞ്ച് ജ്യൂസാണെന്നുള്ള രീതിയിൽ കഴിക്കുന്നത്. ഇതൊന്നും ഓറഞ്ച് ജ്യൂസ് ഒന്നുമല്ല. ഇതെല്ലാം നമ്മൾ ഷുവൈക്കിൽ ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറിയിൽ ഉണ്ടാക്കുന്ന 6000 ലിറ്റർ കെമിക്കൽസ് വെള്ളത്തിൽ കലക്കി തരുന്നതാണ്. 225 ലിറ്റർ എന്ന് പറയുമ്പോൾ എത്ര ഉണ്ടാവും എന്നുള്ള ഒരു ബാരൽ, ഒരു ഫുൾ ബാരലിന്റെ അത്രയും രക്തത്തിനെ ശുദ്ധീകരിക്കുന്ന അവയവമാണ്. ക്രിസ്മസ് കേക്കിന്റെ പുറത്തുള്ള കളറുകളാകാം. ഇതൊക്കെ നമ്മൾ സ്നേഹിക്കുകയല്ല ചെയ്യുന്നത് കുട്ടികളെ, അതെല്ലാം ദ്രോഹിക്കുക ചെയ്യുന്നത്. അദൃശ്യമായിട്ട് നിന്നുകൊണ്ട് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ താല്പര്യങ്ങളാണ് ഇന്നത്തെ മീഡിയ വർക്ക് ചെയ്യുന്നത്. ആ മീഡിയകളാണ് നിങ്ങളിലേക്ക് സ്പർദ്ധകൾ ഉണ്ടാക്കുന്നത്. ഓക്കെ.